അടുത്തതായി സി ലാംഗ്വേജിലെ ഫങ്ഷൻസ് എന്താണെന്ന് പഠിക്കാം. സി ലാംഗ്വേജിൽ ഫങ്ഷൻസ് രണ്ട് രീതിയിലാണുള്ളത്. അതായത് ബിൽറ്റ് ഇൻ ഫങ്ഷൻസും യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസും. ബിൽറ്റ് ഇൻ ഫങ്ഷൻസിനെ ലൈബ്രറി ഫങ്ഷൻസ് എന്നും അല്ലെങ്കിൽ പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ് എന്നും പറയുന്നു. നമ്മൾ ഇതേവരെ ചെയ്ത പ്രോഗ്രാമിലെ സ്കാൻഎഫ് സ്റ്റേറ്റ്മെന്റ്, പ്രിന്റ്എഫ് സ്റ്റേറ്റ്മെന്റ്, ക്ലിയർ സ്ക്രീൻ തുടങ്ങിയവ ബിൽറ്റ് ഇൻ ഫങ്ഷൻസിന് അല്ലെങ്കിൽ ലൈബ്രറി ഫങ്ഷൻസിന് ഉദാഹരണങ്ങളാണ്. എപ്പോഴും ഒരു യൂസറിന് ആവശ്യമായി വരുന്ന പ്രോഗ്രാമുകളെ കമ്പൈലറിൽ തന്നെ ഡിഫൈൻ ചെയ്തതിനു ശേഷം എപ്പോഴാണ് യൂസറിന് ആവശ്യം വരുന്നത് അവിടേക്ക് കോൾ ചെയ്യാനും സാധിക്കുന്നതാണ്. ഇങ്ങനെ നേരത്തെ കമ്പൈലറിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന പ്രോഗ്രാംസിനെയാണ് പ്രീ ഡിഫൈൻഡ് പ്രോഗ്രാംസ് അല്ലെങ്കിൽ ലൈബ്രറി ഫങ്ഷൻസ് അല്ലെങ്കിൽ ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഇതേ രീതിയിൽ ഒരു പ്രോഗ്രാമിനെ ഒരിടത്ത് ഡിഫൈൻ ചെയ്ത് എവിടെയാണോ ആവശ്യം വരുന്നത് അവിടേക്ക് കോൾ ചെയ്യുന്നത് കൊണ്ട് പ്രോഗ്രാമിംഗ് സെക്ഷൻ അല്ലെങ്കിൽ പ്രോഗ്രാമിന്റെ ലെന്ത് കുറയ്ക്കുവാനും പ്രോഗ്രാമിനെ ഈസിയായി മാനിപ്പുലേറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. നമ്മൾ നേരത്തെ പഠിച്ച strcat, രണ്ട് സ്ട്രിംഗ് കമ്പയർ ചെയ്യാനുള്ള strcmp, സ്ട്രിങ്ങിനെ കോപ്പി ചെയ്യാനുള്ള strcpy തുടങ്ങിയ ഫംഗ്ഷനുകൾ സി ലാംഗ്വേജിന്റെ കമ്പൈലറിൽ ബിൽറ്റ് ചെയ്തിട്ടിരിക്കുന്ന ഫംഗ്ഷനാണ്. എപ്പോഴാണോ ഒരു യൂസറിന് സ്ട്രിംഗ് കോപ്പി ചെയ്യേണ്ട ആവശ്യം വരുന്നത് അപ്പോൾ അവിടെ ക്യാരക്ടർ അറേ കോപ്പി ചെയ്യാനുള്ള പ്രോഗ്രാം ചെയ്യുന്നതിന് പകരം strcpy എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് രണ്ട് സ്ട്രിങ്ങിനെ കോപ്പി ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതേ രീതിയിൽ ഒരു യൂസറിന് തന്നെ ഫങ്ഷൻസ് ക്രിയേറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. നമ്മളൊരു പ്രോഗ്രാം ചെയ്യുമ്പോൾ ഒരു പ്രോഗ്രാമിലെ കുറേ സ്റ്റേറ്റ്മെന്റ്സ് റിപ്പീറ്റ് ചെയ്ത് മറ്റ് ഒട്ടനവധി സ്ഥലത്ത് ആവശ്യമുണ്ടെങ്കിൽ അവിടെ എല്ലായിടത്തും നമ്മൾ പ്രോഗ്രാം ചെയ്യണമെന്നില്ല. പകരം ഒരു പ്രാവശ്യം പ്രോഗ്രാമിൽ ഒരു ഫംഗ്ഷനായി ക്രിയേറ്റ് ചെയ്തതിനു ശേഷം അതിനെ നമ്മൾക്ക് വീണ്ടും റീയൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് എവിടെയൊക്കെയാണോ ആ സ്റ്റേറ്റ്മെന്റ്സ് വീണ്ടും ആവശ്യമുള്ളത് അവിടെ ഇതേ രീതിയിൽ ഒരു ലൈൻ അല്ലെങ്കിൽ ഫംഗ്ഷൻ നെയിം കൊടുത്തതിനു ശേഷം ആ ഫംഗ്ഷനെ അവിടെ കോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഫംഗ്ഷൻസിനെ രണ്ടായി തരംതിരിക്കാം എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതായത് ലൈബ്രറി ഫംഗ്ഷൻസും യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ്. യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നതെന്നും അതിനെ എങ്ങനെയാണ് കോൾ ചെയ്യുന്നതെന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ലൈബ്രറി ഫംഗ്ഷൻസിന്റെ ഒരു ഉദാഹരണമാണ് ക്ലിയർ സ്ക്രീൻ എന്ന ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻ. സ്ട്രിംഗ് മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ഫംഗ്ഷൻസ് ഏതൊക്കെയാണ് നമ്മൾ നോക്കിയല്ലോ. ഇതിന്റെ ഒരു ഉപയോഗം കാണിക്കുന്ന പ്രോഗ്രാം ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. മെയിൻ ഫംഗ്ഷനുള്ളിൽ രണ്ട് സ്ട്രിംഗ് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. അതായത് s1 ഉം s2. ഒരു ഇന്റിജർ വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. എന്റർ ടു സ്ട്രിംഗ്സ് എന്ന മെസ്സേജ് നൽകി എന്റർ ചെയ്യുന്ന സ്ട്രിംഗ് s1ലേക്കും s2ലേക്കും സ്റ്റോർ ചെയ്യുന്നു. ആദ്യം എൻ്റർ ചെയ്ത സ്ട്രിങ്ങിന്റെ ലെന്ത് കാണാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ബിൽറ്റ് ഇൻ ഫംഗ്ഷനാണ് strlen. ബ്രാക്കറ്റിൽ s1 എന്ന വേരിയബിൾ നൽകിയിരിക്കുന്നു. ആദ്യം എൻ്റർ ചെയ്ത സ്ട്രിങ്ങിന്റെ ലെന്ത് ഫൈൻഡ് ചെയ്ത് ആ ഇന്റിജർ നമ്പറിനെ l എന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ഇവിടെ strlen എന്ന ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ കമ്പൈലർ നേരെ കോൾ ചെയ്യുന്നത് string.h എന്ന ഹെഡർ ഫയലിലെ നേരത്തെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന സബ് പ്രോഗ്രാമായ strlen എന്ന സെക്ഷൻ ആയിരിക്കും. ഇതേ രീതിയിൽ തന്നെ എല്ലാ സ്ട്രിംഗ് ഫംഗ്ഷൻസും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് string.h എന്ന ഹെഡർ ഫയലിലായിരിക്കും. ഇതേപോലെ തന്നെ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് ആയ sqrt, log തുടങ്ങിയ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് math.h എന്ന ഹെഡർ ഫയലിലായിരിക്കും. ഇവിടെ സ്ട്രിങ്ങിന്റെ ലെന്ത് പ്രിന്റ് ചെയ്തതിനു ശേഷം ഈ സ്ട്രിങ്ങിനെ രണ്ടും കമ്പൈൻ ചെയ്യുകയാണ്. അതായത് strcat s1, s2 രണ്ട് സ്ട്രിങ്ങും കമ്പൈൻ ചെയ്ത് s1 എന്ന സ്ട്രിംഗ് വേരിയബിൾ തന്നെ സ്റ്റോർ ചെയ്യുന്നതാണ്. കമ്പൈൻ ചെയ്ത സ്ട്രിംഗ് ഇവിടെ s1 ആയി പ്രിന്റ് ചെയ്യുന്നു. ഈ പ്രോഗ്രാം നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഇതാ സ്ട്രിങ്ങിന്റെ ലെന്ത് പ്രിന്റ് ചെയ്തതോടൊപ്പം തന്നെ സ്ട്രിംഗ് കമ്പൈൻ ചെയ്ത് പ്രിന്റ് ചെയ്തേക്കാണ്. ഇതേ രീതിയിൽ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് ഉപയോഗിക്കാൻ math.h എന്ന ഹെഡർ ഫയലും സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് ഫംഗ്ഷൻസ് ഉപയോഗിക്കാൻ string.h എന്ന ഹെഡർ ഫയലും ഇൻക്ലൂഡ് ചെയ്ത് നമ്മൾക്ക് പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് ഉപയോഗിക്കാൻ സാധിക്കും. ഫംഗ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പ്രോഗ്രാമിന്റെ സബ് പ്രോഗ്രാം എന്നാണ്. മെയിൻ പ്രോഗ്രാമിൽ ചെയ്യുന്ന അതേ കാര്യങ്ങൾ തന്നെ നമ്മൾക്ക് സബ് പ്രോഗ്രാമിൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. എങ്ങനെയാണ് സബ് പ്രോഗ്രാം ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിന്റെ സിൻടാക്സ് ഇതേ രീതിയിലാണ്. ആദ്യമായി ഒരു ഡാറ്റ ടൈപ്പ് നൽകേണ്ടതാണ്. അതായത് ഇന്റ്, ഫ്ലോട്ട്, വോയിഡ് തുടങ്ങിയവ. നമ്മൾക്ക് ഇഷ്ടമുള്ള ഒരു നെയിം നൽകുവാൻ സാധിക്കുന്നതാണ്. അതിനുള്ളിൽ ഫംഗ്ഷൻ ബോഡിയെ ഡിഫൈൻ ചെയ്യാനും സാധിക്കുന്നതാണ്.
പിന്നീട് ഈ ഫംഗ്ഷനെ നമ്മൾക്ക് എവിടെയാണോ ആവശ്യം വരുന്നത് അവിടെ ഈ ഫംഗ്ഷൻ കോൾ ചെയ്യാം. അതിനായി ഫംഗ്ഷൻ നെയിം നൽകിയതിനു ശേഷം ഓപ്പൺ ബ്രാക്കറ്റും ക്ലോസിംഗ് ബ്രാക്കറ്റ് നൽകി സെമിക്കോളൻ നൽകിയാൽ മതിയാവും. ശ്രദ്ധിക്കുക, ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നിടത്ത് ഒരിക്കലും സെമിക്കോളൻ നൽകേണ്ടതില്ല. ഫംഗ്ഷൻ കോൾ ചെയ്യുന്നിടത്താണ് സെമിക്കോളൻ നൽകേണ്ടത്. സി ലാംഗ്വേജിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ മെയിൻ ഫംഗ്ഷന് പുറത്തോ അല്ലെങ്കിൽ മെയിൻ ഫംഗ്ഷനകത്തോ ഡിക്ലെയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ യൂസർ തന്നെ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് 3 കാര്യങ്ങളാണ്. ഒന്ന് ഫംഗ്ഷൻ ഡിക്ലറേഷൻ, രണ്ടാമത്തത് ഫംഗ്ഷൻ ഡെഫിനിഷൻ, മൂന്നാമത്തത് ഫംഗ്ഷൻ കോളിംഗ് സെക്ഷൻ. ഒരു ഫംഗ്ഷൻ ഇതേ രീതിയിൽ ചെയ്യുന്നതുകൊണ്ട് അല്ലെങ്കിൽ യൂസർ തന്നെ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജസ് ഇതൊക്കെയാണ്. ഒന്ന് റീയൂസബിലിറ്റി, രണ്ടാമത്തത് ഈസി ടു മാനിപ്പുലേറ്റ്, അതായത് കോഡിനെ അല്ലെങ്കിൽ പ്രോഗ്രാമിനെ മാനിപ്പുലേറ്റ് ചെയ്യാനും പിന്നീട് തന്നെ മനസ്സിലാക്കുവാനും വളരെ ഈസി ആയിരിക്കും. ഉദാഹരണമായി ഒരു ബാങ്കിങ് പ്രോഗ്രാം നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആ പ്രോഗ്രാമിലെ കാൽക്കുലേഷൻ ഏരിയ ഒരേ കാൽക്കുലേഷൻ തന്നെ നമ്മുടെ പ്രോഗ്രാമിൽ ഒന്നിൽ കൂടുതൽ ഭാഗത്ത് വരുന്നെങ്കിൽ ഈ കാൽക്കുലേഷനെ ആദ്യമായി ഒരു ഫംഗ്ഷൻ ഇതേ രീതിയിൽ ഡിഫൈൻ ചെയ്യുന്നു. ഡിഫൈൻ ചെയ്തതിനു ശേഷം അതിനെ ഡിക്ലെയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം മെയിൻ ഫംഗ്ഷനിലേക്ക് എവിടെയൊക്കെ ആവശ്യമുണ്ടോ അവിടെ എല്ലാം അതിനെ കോൾ ചെയ്യാനും സാധിക്കുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സി പ്രോഗ്രാമിന്റെ സ്ട്രക്ചറിനെ അല്ലെങ്കിൽ സി പ്രോഗ്രാമിൽ ഫംഗ്ഷൻസിനെ 2 രീതിയിൽ തരംതിരിക്കാം. അതായത് ലൈബ്രറി ഫംഗ്ഷനും യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ. നമ്മളിപ്പോൾ ആദ്യം ചെയ്യാൻ പോകുന്ന പ്രോഗ്രാം യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസിന്റെ ആണ്. ഫംഗ്ഷൻ കൊണ്ടുള്ള ഉപയോഗം എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അതായത് ഒരു വട്ടം നമ്മൾ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ എത്ര പ്രാവശ്യം വേണമെങ്കിലും റിപ്പീറ്റ് ചെയ്ത് ഉപയോഗിക്കുവാൻ സാധിക്കുന്നതാണ്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന CLR SCR എന്ന ഈ ഫംഗ്ഷൻ തന്നെ ഒരു പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ലൈബ്രറി ഫംഗ്ഷന് ഉദാഹരണമാണ്. CLR SCR എന്ന ഈ ഫംഗ്ഷൻ അല്ലെങ്കിൽ സബ് പ്രോഗ്രാം ഡിഫൈൻ ചെയ്തിരിക്കുന്നത് കൺസോൾഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് .h അല്ലെങ്കിൽ conio.h എന്ന കമ്പൈലറിലെ പേജിലാണ്. എപ്പോഴാണോ ഒരു യൂസറിന് അല്ലെങ്കിൽ പ്രോഗ്രാമിൽ സ്ക്രീൻ ക്ലിയർ ചെയ്യേണ്ട ആവശ്യം വരുന്നത് അവിടെ ആ പ്രോഗ്രാം അല്ലെങ്കിൽ ക്ലിയർ ചെയ്യേണ്ട പ്രോഗ്രാം മൊത്തമായി ടൈപ്പ് ചെയ്യണമെന്നില്ല. പകരം കൺസോൾഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് എന്ന പേജിൽ നൽകിയിരിക്കുന്ന CLR SCR എന്ന ഫംഗ്ഷനെ പ്രോഗ്രാമിൽ ഇതേ രീതിയിൽ കോൾ ചെയ്താൽ മാത്രം മതിയാവും. ഇതേ രീതിയിൽ യൂസറിന് തന്നെ വീണ്ടും വീണ്ടും ആവശ്യമായി വരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിൽ ഒന്നിൽ കൂടുതൽ ഭാഗത്ത് ആവശ്യമായി വരുന്ന കാര്യങ്ങൾ ഡിഫൈൻ ചെയ്ത് അതിനെ വീണ്ടും കോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് ഫംഗ്ഷനായി കോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന ഈ പ്രോഗ്രാം ഒരു സ്ട്രിംഗ് ഡിസ്പ്ലേ ചെയ്യാനാണ്. വെൽക്കം എന്ന മെസ്സേജ് ഒരു പ്രോഗ്രാമിൽ ഒന്നിൽ കൂടുതൽ ഭാഗത്ത് യൂസറിന് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ അതൊരു ഫംഗ്ഷനായി ക്രിയേറ്റ് ചെയ്ത് അതിനെ അങ്ങോട്ട് കോൾ ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. ഈ പ്രോഗ്രാം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ആദ്യമായി മെയിൻ ഫംഗ്ഷനിൽ CLR SCR എന്ന ലൈബ്രറി ഫംഗ്ഷൻ അല്ലെങ്കിൽ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ കോൾ ചെയ്തിരിക്കുന്നു. രണ്ടാമതായി ഡിസ്പ്ലേ എന്ന ഫംഗ്ഷനാണ് കോൾ ചെയ്തിരിക്കുന്നത്. ഡിസ്പ്ലേ എന്ന ഫംഗ്ഷൻ കമ്പൈലറിൽ ഡിഫൈൻ ചെയ്തിട്ടില്ല. ഇവിടെ യൂസർ തന്നെയാണ് അതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഡിസ്പ്ലേ എന്ന ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, സെമി കോളൻ നൽകേണ്ടതാണ്. അതായത് കോൾ ചെയ്യുന്ന പോർഷനിൽ സെമി കോളൻ നൽകേണ്ടതാണ്. ഇവിടെ ഡിഫൈൻ ചെയ്യുന്ന പോർഷനിലേക്ക് കമ്പൈലർ വരുന്നതാണ്. അതായത് ഇൻറ്റ് ഡിസ്പ്ലേ എന്ന ഈ സെക്ഷനിലേക്ക് വരുന്നതാണ്. ഒരു ഫംഗ്ഷന്റെ സിന്റാക്സ് നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ ആദ്യം ഒരു ഡാറ്റ ടൈപ്പ് ഉപയോഗിക്കേണ്ടതാണ്. അതിനുശേഷം ഫംഗ്ഷൻ നെയിം ഉപയോഗിക്കേണ്ടതാണ്. എന്നാൽ ഇവിടെ സെമി കോളൻ ഉപയോഗിക്കേണ്ടതില്ല. അതായത് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന പോർഷനിൽ സെമി കോളൻ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. ഇവിടെ printf എന്ന സ്റ്റേറ്റ്മെന്റിനുള്ളിൽ വെൽക്കം എന്ന മെസ്സേജ് നൽകി റിട്ടേൺ എന്ന സ്റ്റേറ്റ്മെന്റിനുള്ളിൽ 0 എന്ന് നൽകിയിരിക്കുന്നു. ആ റിട്ടേൺ എന്ന സ്റ്റേറ്റ്മെന്റ് ഉപയോഗം നമ്മൾക്ക് അടുത്ത പ്രോഗ്രാമിൽ നോക്കാം. ഇനി getch എന്ന ഫംഗ്ഷൻ നൽകി ഇവിടെ ക്ലോസ് ചെയ്തിരിക്കുന്നു. പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ CLR SCR കോൾ ചെയ്തതിനു ശേഷം ഡിസ്പ്ലേ എന്ന ഫംഗ്ഷൻ കോൾ ചെയ്യുന്നതും വെൽക്കം എന്ന മെസ്സേജ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നതുമാണ്. എന്നാൽ ഈ വെൽക്കം എന്ന മെസ്സേജ് പ്രോഗ്രാമിൽ മറ്റൊരു സെക്ഷനിൽ ആവശ്യമുണ്ടെങ്കിൽ അവിടെ നമ്മൾക്ക് ഇതേ രീതിയിൽ ഡിസ്പ്ലേ എന്ന് നൽകാവുന്നതാണ്. ഇതേ രീതിയിൽ ഒരു പ്രോഗ്രാമിൽ തന്നെ അല്ലെങ്കിൽ ഒരു സെക്ഷൻ റിപ്പീറ്റ് ചെയ്ത് ആവശ്യമുണ്ടെങ്കിൽ അവിടെ എല്ലാം ടൈപ്പ് ചെയ്യണമെന്നില്ല. പകരം അതൊരു ഫംഗ്ഷനായി ഇതേ രീതിയിൽ ഒരു നെയിം നൽകി ഫംഗ്ഷൻ നെയിം നൽകി അതിനുള്ളിൽ ഡിഫൈൻ ചെയ്തതിനു ശേഷം മെയിൻ ഫംഗ്ഷനുള്ളിൽ ആ ഫംഗ്ഷൻ ഇതേ രീതിയിൽ സെമിക്കോളനും ബ്രാക്കറ്റും നൽകി കോൾ ചെയ്താൽ മതിയാവും. ആ ഫംഗ്ഷൻ അവിടെ വർക്ക് ചെയ്തോളും. ഈ പ്രോഗ്രാം നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഇതാ വെൽക്കം എന്ന മെസ്സേജ് ഇപ്പോൾ ഡിസ്പ്ലേ ചെയ്തതായി കാണാം. ഈ ഫംഗ്ഷനെ നമ്മൾക്ക് ഒന്നും കൂടെ കോൾ ചെയ്ത് നോക്കാം. അതായത് ഞാൻ ഇവിടെ വീണ്ടും ഡിസ്പ്ലേ എന്ന് കോൾ ചെയ്യുകയാണ്. പ്രോഗ്രാം റൺ ചെയ്യുന്നു. ഇതാ 2 പ്രാവശ്യം വെൽക്കം എന്ന മെസ്സേജ് ഡിസ്പ്ലേ ചെയ്തതായി കാണാം. ഇതാണ് യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ. അപ്പോൾ കമ്പൈലറിനകത്ത് നേരത്തെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഫംഗ്ഷൻസിനെയാണ് പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് അല്ലെങ്കിൽ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ഉദാഹരണമായി CLR SCR getch printf തുടങ്ങിയത് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് ആണ്. എന്നാൽ യൂസർ തന്നെ
യൂസറിന് ആവശ്യമായ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ഉപയോഗിക്കുവാൻ വേണ്ടി ഒരു ഫംഗ്ഷനായി ഇതേ രീതിയിൽ ഡിഫൈൻ ചെയ്യുന്നതാണ്. അതിനെ പിന്നീട് മെയിൻ ഫംഗ്ഷനിലേക്ക് കോൾ ചെയ്യുന്നതുമാണ്. ഇങ്ങനെ യൂസർ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻസിനെയാണ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. അടുത്തതായി ഞാനിവിടെ ചെയ്തിരിക്കുന്ന പ്രോഗ്രാം രണ്ട് നമ്പറിനെ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ കൊണ്ട് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ്. ഇവിടെ മെയിൻ ഫംഗ്ഷനുള്ളിൽ ആദ്യമേ ഞാൻ CLR എന്ന പ്രീ ഡിഫൈൻ ഫംഗ്ഷൻ കോൾ ചെയ്തിരിക്കുന്നു. അതിനുശേഷം ആഡ് എന്ന യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ കോൾ ചെയ്തിരിക്കുന്നു. ആഡ് എന്ന ഈ സെക്ഷൻ കോൾ ചെയ്യുമ്പോൾ കമ്പൈലറിന്റെ എക്സിക്യൂഷൻ ഈ ഏരിയയിലേക്ക് വരുന്നതാണ്, അതായത് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഏരിയയിലേക്ക് വരുന്നതാണ്. ഇവിടെ ഫംഗ്ഷനുള്ളിൽ ABC എന്ന 3 വേരിയബിൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. എൻ്റർ 2 നമ്പേഴ്സ് എന്ന മെസ്സേജ് സ്ക്രീനിലേക്ക് ഡിസ്പ്ലേ ചെയ്ത് എൻ്റർ ചെയ്യുന്ന നമ്പർ എയിലേക്കും ബിയിലേക്കും സ്റ്റോർ ചെയ്യുന്നു. അതിനുശേഷം എൻ്റർ ചെയ്ത 2 നമ്പറിന്റെ അഡീഷൻ സിയിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അതിവിടെ പ്രിന്റ് ചെയ്യുന്നു. ഒരു മെയിൻ ഫംഗ്ഷനുള്ളിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ യൂസർ ഡിഫൈൻ ഫംഗ്ഷനുള്ളിലും ചെയ്യാവുന്നതാണ്. ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫംഗ്ഷൻ നെയിം നൽകാവുന്നതാണ്, അതായത് ഐഡന്റിഫിക്കേഷൻ നൽകാവുന്നതാണ്. എന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഫംഗ്ഷന്റെ നെയിമിന്റെ തുടക്കം ആൽഫബറ്റിൽ തന്നെ ആയിരിക്കണം എന്നതാണ്. ഇനി ഫംഗ്ഷനുള്ളിൽ നമ്മൾ മെയിൻ ഫംഗ്ഷനുള്ളിൽ ഡിഫൈൻ ചെയ്യുന്ന രീതിയിൽ തന്നെ അല്ലെങ്കിൽ ഡിക്ലെയർ ചെയ്യുന്ന രീതിയിൽ തന്നെ യൂസർ ഡിഫൈൻ ഫംഗ്ഷനുള്ളിലും വേരിയബിൾ ഡിക്ലെയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്നാൽ ഈ വേരിയബിളിനെ ഈ ഫംഗ്ഷനുള്ളിൽ മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ. ഇവിടെ നമ്മൾ നൽകിയിരിക്കുന്ന ABC എന്ന വേരിയബിൾ ആഡ് എന്ന ഈ ഫംഗ്ഷനുള്ളിൽ മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ. ഇതിനെ മെയിൻ ഫംഗ്ഷനിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നതല്ല. ഇങ്ങനെ ഒരു ഫംഗ്ഷനുള്ളിൽ തന്നെ ഡിഫൈൻ ചെയ്യുന്ന വേരിയബിൾസിനെയാണ് നമ്മൾ ലോക്കൽ വേരിയബിൾസ് എന്ന് പറയുന്നത്. എന്നാൽ മെയിൻ ഫംഗ്ഷന് പുറത്ത് നമ്മൾക്ക് വേരിയബിൾ ഡിക്ലെയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനെ ഗ്ലോബൽ വേരിയബിൾ എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഡിക്ലെയർ ചെയ്യുന്ന ഗ്ലോബൽ വേരിയബിൾസിനെ നമ്മൾക്ക് മറ്റെല്ലാ ഫംഗ്ഷൻസിലും ഉപയോഗിക്കുവാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അഡീഷൻ ഡിസ്പ്ലേ ചെയ്തതിനു ശേഷം getCH എന്ന ഫംഗ്ഷൻ വർക്ക് ചെയ്ത് പ്രോഗ്രാം ടെർമിനേറ്റ് ചെയ്യുന്നതാണ്. എങ്ങനെയാണ് ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. എൻ്റർ 2 നമ്പേഴ്സ്, ഞാനിവിടെ 2 നമ്പർ എൻ്റർ ചെയ്തു. അഡീഷൻ ഇവിടെ പ്രിന്റ് ചെയ്ത് കാണിച്ചതായി കാണാം. ഇതേ രീതിയിൽ ഒരു പ്രാവശ്യം 2 നമ്പറിനെ ആഡ് ചെയ്ത് പ്രോഗ്രാമറിന് വീണ്ടും ഇതേ പ്രോഗ്രാമിൽ തന്നെ അടുത്ത 2 നമ്പറിനെ ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത രീതിയിൽ ഈ ഫംഗ്ഷനെ വീണ്ടും കോൾ ചെയ്യാം. അങ്ങനെ യൂസർ ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷനെ എത്ര പ്രാവശ്യം വേണമെങ്കിലും റിപ്പീറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അടുത്തതായി ഫംഗ്ഷനെ തന്നെ നമ്മൾ 2 രീതിയിലുണ്ടെന്ന് പറഞ്ഞു, അതായത് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസും ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസും. എന്നാൽ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനെ തന്നെ നമ്മൾക്ക് 2ആയി തരംതിരിക്കാം, അതായത് ഡീഫാൾട്ട് ഫംഗ്ഷൻസും അടുത്തത് പാരാമീറ്ററൈസ്ഡ് ഫംഗ്ഷൻസും. എന്താണ് പാരാമീറ്ററൈസ്ഡ് ഫംഗ്ഷൻ എന്ന് നോക്കാം. നമ്മൾ നേരത്തെ ചെയ്ത ബിൽറ്റ് ഇൻ ഫംഗ്ഷനായ strcmp അല്ലെങ്കിൽ strcpy, ഈ ഫംഗ്ഷനിലേക്ക് നമ്മൾ 2 വാല്യൂ പാസ് ചെയ്യുന്നുണ്ട്. അതായത് strcpyയുടെ ബ്രാക്കറ്റിൽ string 1, string 2. നമ്മൾ പാസ് ചെയ്യുന്ന ഈ 2 സ്ട്രിങ്ങിനെ കോപ്പി ചെയ്ത് string 1ലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അതേപോലെ തന്നെ strcat എന്ന ഫംഗ്ഷന്റെ ബ്രാക്കറ്റിനുള്ളിലും നമ്മൾ 2 വാല്യൂ പാസ് ചെയ്യുന്നു. ബ്രാക്കറ്റിനുള്ളിൽ പാസ് ചെയ്യുന്ന സ്ട്രിങ്ങിനെ കമ്പൈൻ ചെയ്ത് ഫസ്റ്റ് സ്ട്രിങ്ങിലേക്ക് സ്റ്റോർ ചെയ്യുന്നതാണ്. ഇങ്ങനെ ഒരു ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്ന വാല്യൂസിനെ ആർഗ്യുമെന്റ്സ് എന്നാണ് പറയുന്നത്. ഈ ആർഗ്യുമെന്റിനെ റിസീവ് ചെയ്യാനുള്ള വേരിയബിൾസിനെയാണ് പാരാമീറ്റർ വേരിയബിൾസ് എന്ന് പറയുന്നത്. CLR SCR എന്ന ഫംഗ്ഷൻ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇതിൽ ആർഗ്യുമെന്റ് വാല്യൂ അല്ലെങ്കിൽ പാരാമീറ്റർ വേരിയബിളോ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. CLR SCR എന്ന് പറഞ്ഞതിന് ശേഷം ഓപ്പൺ ബ്രാക്കറ്റ് ക്ലോസിംഗ് ബ്രാക്കറ്റ് നൽകി അത് ക്ലോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ പാരാമീറ്റർ വാല്യൂ ഒന്നും റിസീവ് ചെയ്യാത്ത ഫംഗ്ഷൻസിനെ ഡീഫാൾട്ട് ഫംഗ്ഷൻസ് എന്നും, എന്നാൽ വാല്യൂ റിസീവ് ചെയ്യുന്ന ഫംഗ്ഷൻസിനെ പാരാമീറ്ററൈസ്ഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നു. ഒരു യൂസർ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ ഫംഗ്ഷനിലേക്ക് എന്തെങ്കിലും വാല്യൂ പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ പാരാമീറ്റർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന്റെ സിന്റാക്സ് ഇതേ രീതിയിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ ഡാറ്റ ടൈപ്പ് നൽകുന്നു, ഫംഗ്ഷൻ നെയിം നൽകുന്നു, ബ്രാക്കറ്റിനുള്ളിൽ ഓരോ വേരിയബിൾ സെപ്പറേറ്റ് ആയി ഡാറ്റ ടൈപ്പ് നൽകി ഡിക്ലെയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ ഫംഗ്ഷന്റെ ബ്രാക്കറ്റിൽ ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിൾസിനെയാണ് പാരാമീറ്റർ വേരിയബിൾസ് എന്ന് പറയുന്നത്. ഈ വേരിയബിൾസിലേക്കാണ് ഫംഗ്ഷൻ പിന്നീട് വാല്യൂ റിസീവ് ചെയ്യുന്നതും ആ വാല്യൂവിനെ ഇൻപുട്ട് വാല്യൂ ആയി വീണ്ടും പ്രോസസ് ചെയ്യുന്നതും. അടുത്തതായി റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ഉപയോഗം എന്താണെന്ന് നോക്കാം. ഒരു ഫംഗ്ഷനിൽ നിന്നും വാല്യൂ തിരികെ മെയിൻ ഫംഗ്ഷനിലേക്കോ അല്ലെങ്കിൽ കോൾ ചെയ്യുന്ന സെക്ഷനിലേക്കോ കൊണ്ടുവരാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്. ഉദാഹരണമായി strcpy എന്ന ഫംഗ്ഷൻ 2 സ്ട്രിങ്ങിനെ റിസീവ് ചെയ്ത് ആ സ്ട്രിങ്ങിനെ മറ്റൊരു സ്ട്രിങ്ങിലേക്ക് കോപ്പി ചെയ്ത് തിരികെ അത് ആ ഫംഗ്ഷൻ നമ്മൾ എവിടെ ഉപയോഗിക്കുന്നു അവിടേക്ക് യൂസറിന് നൽകുന്നു. ഇത് റിട്ടേൺ എന്ന സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചാണ്. ഇതേ രീതിയിൽ യൂസർ തന്നെ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ
സബ് പ്രോഗ്രാമിൽ നിന്നും ഫംഗ്ഷൻ എവിടേക്ക് കോൾ ചെയ്യുന്നോ അവിടേക്ക് വാല്യൂവിനെ റിട്ടേൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിനായി റിട്ടേൺ എന്ന സ്റ്റേറ്റ്മെന്റ് നൽകി അതിന്റെ ബ്രാക്കറ്റിൽ വാല്യൂ നൽകി കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ എവിടെ കോൾ ചെയ്യുന്നോ അവിടേക്ക് വാല്യൂ റിട്ടേൺ ചെയ്യുന്നതാണ്. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഒരു ഫംഗ്ഷന്റെ ഡേറ്റ ടൈപ്പ് നമ്മൾ വോയിഡ് ആയി പറഞ്ഞു കഴിഞ്ഞാൽ ആ വാല്യൂ അല്ലെങ്കിൽ ആ ഫംഗ്ഷൻ പിന്നീട് വാല്യൂ റിട്ടേൺ ചെയ്യുന്നതല്ല. ഇന്റ് എന്ന ഡേറ്റ ടൈപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഫംഗ്ഷൻ ഇന്റിജർ വാല്യൂ ആയിരിക്കും റിട്ടേൺ ചെയ്യേണ്ടത്. ഫ്ലോട്ട് എന്ന ഡേറ്റ ടൈപ്പാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഫംഗ്ഷൻ ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. അതേപോലെ തന്നെ സ്ട്രിംഗ് ഡേറ്റ ടൈപ്പാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഫംഗ്ഷൻ സ്ട്രിംഗ് ഡേറ്റ ടൈപ്പ് ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. ഇതേ രീതിയിൽ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ ഏത് ഡേറ്റ ടൈപ്പാണോ പറയുന്നത് ആ ഡേറ്റ ടൈപ്പിലെ വാല്യൂ ആയിരിക്കും ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത്. അല്ലെങ്കിൽ ആ രീതിയിലുള്ള വാല്യൂ ആയിരിക്കും മെയിൻ ഫംഗ്ഷനിലേക്ക് സബ് പ്രോഗ്രാം പാസ് ചെയ്യുന്നത്. അടുത്തതായി ഞാനിവിടെ ചെയ്തിരിക്കുന്ന പ്രോഗ്രാം n വരെയുള്ള ഈവൻ നമ്പേഴ്സിന്റെ സം കാണാൻ വേണ്ടി ഒരു യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ ഉപയോഗിക്കുക എന്നതാണ്. ഇവിടെ ഞാൻ ആദ്യം ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യുന്നു. നമ്മൾ ഏത് ഫംഗ്ഷനാണ് സി ലാംഗ്വേജിൽ ഉപയോഗിക്കുന്നത് അത് ഇതേ രീതിയിൽ മെയിൻ ഫംഗ്ഷന് മുമ്പായി ഡിക്ലെയർ ചെയ്യേണ്ടതാണ്. ഇവിടെ ഞാൻ ഇന്റ് സം എന്ന ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യുന്നു. ഫംഗ്ഷന്റെ ബ്രാക്കറ്റിൽ ഇന്റ് എൽ എന്ന വേരിയബിൾ ഉപയോഗിക്കുന്നു. നമുക്ക് ആദ്യം മെയിൻ ഫംഗ്ഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു നോക്കാം. ആദ്യമായി n വരെയുള്ള ഈവൻ നമ്പേഴ്സിന്റെ സമ്മാണ് നമ്മൾക്ക് കിട്ടേണ്ടത്. അതിനെ ഞാൻ രണ്ട് വേരിയബിൾ ഇവിടെ ഡിക്ലെയർ ചെയ്യുന്നു, അതായത് n s. ക്ലിയർ സ്ക്രീൻ നൽകിയതിനു ശേഷം എന്റർ ലിമിറ്റ് വാല്യൂ എന്ന മെസ്സേജ് നൽകി ലിമിറ്റ് വാല്യൂ n എന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അതായത് ഇപ്പോൾ നമ്മൾക്ക് 20 വരെയുള്ള ഈവൻ നമ്പേഴ്സിന്റെ സമ്മാണ് കിട്ടേണ്ടതെങ്കിൽ ഇവിടെ 20 എന്ന് എൻ്റർ ചെയ്യുന്നതും എന്നിലേക്ക് 20 എന്ന വാല്യൂ സ്റ്റോർ ചെയ്യുന്നതുമാണ്. അടുത്തത് നമ്മൾ ഫംഗ്ഷനെ കോൾ ചെയ്യണം. അതായത് നമ്മൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന ഫംഗ്ഷനെ കോൾ ചെയ്തിരിക്കുകയാണ്. അതായത് സം എന്ന ഫംഗ്ഷൻ യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു. ബ്രാക്കറ്റിൽ നമ്മൾ ലിമിറ്റ് വാല്യൂ പാസ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ നൽകുന്ന ലിമിറ്റ് വാല്യൂ n എന്ന വേരിയബിൾ ആണല്ലോ. അപ്പോൾ ഇവിടെ ബ്രാക്കറ്റിൽ ആ വാല്യൂ ആണ് വരുന്നത്. ഇവിടെ ഇനി ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങുന്നതാണ്. അതായത് കമ്പൈലർ ഇന്റ് സം എന്ന ഈ ഫംഗ്ഷനെ ഇവിടെ കോൾ ചെയ്യുന്നതാണ്. നമ്മൾ നൽകിയ വാല്യൂ ഈ ഫംഗ്ഷന്റെ ബ്രാക്കറ്റിൽ നൽകിയിരിക്കുന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നതാണ്. ഇവിടെ ഞാൻ ഇന്റ് എൽ എന്നാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ n എന്ന ഈ വേരിയബിളിന്റെ വാല്യൂ ഇവിടെ നിന്നും എൽ എന്ന ഈ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നതാണ്. എൽ എന്ന ഈ വേരിയബിൾ ഈ ഫംഗ്ഷനിലെ ഒരു ലോക്കൽ വേരിയബിൾ കൂടിയാണ്. ഇതേ രീതിയിൽ ഫംഗ്ഷന്റെ ബ്രാക്കറ്റിലേക്ക് വാല്യൂ റിസീവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വേരിയബിളിനെയാണ് പാരാമീറ്റർ വേരിയബിൾ എന്നും പാസ് ചെയ്യുന്ന വാല്യൂവിനെ നമ്മൾ പാരാമീറ്റർ വാല്യൂ എന്ന് പറയും. അതായത് എന്നിൽ അടങ്ങിയിരിക്കുന്ന വാല്യൂവിനെ പാരാമീറ്റർ വാല്യൂ എന്നും, എന്നാൽ ഇവിടെ നൽകിയിരിക്കുന്ന ഇന്റ് എൽ എന്ന ഈ വേരിയബിളിനെ പാരാമീറ്റർ വേരിയബിൾ എന്നാണ് പറയുന്നത്. എൽ എന്ന ഈ വേരിയബിൾ സം എന്ന ഫംഗ്ഷനിലെ ഒരു ലോക്കൽ വേരിയബിളായി വർക്ക് ചെയ്യുന്നതുമാണ്. ഇവിടെ ഫംഗ്ഷനുള്ളിൽ ഐ സം എന്ന വേരിയബിൾ മറ്റ് രണ്ട് വേരിയബിൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. ഇതിനുള്ളിൽ നമ്മൾ നേരത്തെ ചെയ്ത പ്രോഗ്രാം പോലെ ഫോർ ലൂപ്പ് ഉപയോഗിച്ച് ഐയുടെ വാല്യൂ എൽ വരെ പോകുന്നതാണ്. എൽ എന്നാൽ എന്നിന്റെ വാല്യൂ ആയിരിക്കും. അപ്പോൾ ഐയുടെ വാല്യൂ അത്രയും പ്രാവശ്യം അല്ലെങ്കിൽ ആ ലിമിറ്റ് വരെ റിപ്പീറ്റ് ചെയ്യുന്നതാണ്. ഓരോ നമ്പറിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ 0 ആണെങ്കിൽ സം എന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നതാണ്. അതായത് സം പ്ലസ് ഐ. അതായത് ആദ്യം ഐയുടെ വാല്യൂ 0, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 ആണ്. അപ്പോൾ സം എന്ന വേരിയബിളിലേക്ക് 0 സ്റ്റോർ ചെയ്യും. രണ്ടാമത് ഐയുടെ വാല്യൂ ഇവിടെ 1 ആവുന്നതാണ്. 1നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 അല്ല. അപ്പോൾ ഈ ഫംഗ്ഷൻ ഈ ഒരു സെക്ഷൻ വർക്ക് ചെയ്യുന്നതല്ല. വീണ്ടും ഐയുടെ വാല്യൂ 2 ആകുമ്പോൾ 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0. ഇവിടെ ചെയ്യുന്നത് 0 പ്ലസ് സമ്മിൽ ഇപ്പോൾ അടങ്ങിയിരിക്കുന്ന 0 പ്ലസ് 2, അതായത് സമ്മിലേക്ക് 2 തന്നെ സ്റ്റോർ ചെയ്യുന്നു. ഇങ്ങനെ ഐയുടെ വാല്യൂ 0 മുതൽ നമ്മൾ നൽകിയിരിക്കുന്ന ലിമിറ്റ് വരെ റിപ്പീറ്റ് ചെയ്ത് ഓരോ നമ്പറിനെ ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ 0 ആണെങ്കിൽ സം ഫൈൻഡ് ചെയ്യുന്നതും അല്ലെങ്കിൽ സമ്മിലേക്ക് സ്റ്റോർ ചെയ്യുന്നതും ആ സമ്മിനെ ഇവിടെ നിന്നും റിട്ടേൺ ചെയ്യുന്നതുമാണ്. ഇനി റിട്ടേൺ എന്ന സ്റ്റേറ്റ്മെന്റ് ഉപയോഗം എന്താണെന്ന് നോക്കാം. നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷനിൽ നിന്നും വാല്യൂ ഫംഗ്ഷൻ എവിടെയാണ് ഉപയോഗിക്കുന്നത് അവിടേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്. ഇവിടെ നമ്മൾ കിട്ടിയ റിസൾട്ട് സം എന്ന റിസൾട്ട് ആണ്. ഈ റിസൾട്ടിനെ നമ്മൾക്ക് മറ്റെന്തെങ്കിലും ആവശ്യത്തിനായി മെയിൻ ഫംഗ്ഷനിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അവിടെ റിട്ടേൺ എന്ന സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കാം. ഇവിടെ റിട്ടേൺ എന്ന് നൽകി ബ്രാക്കറ്റിൽ സം എന്ന വേരിയബിൾ നൽകിയിരിക്കുന്നു, അല്ലെങ്കിൽ സമ്മിന്റെ വാല്യൂ നൽകിയിരിക്കുന്നു. ഈ സമ്മിന്റെ വാല്യൂ ഇവിടെ നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സെക്ഷനിൽ വന്നിട്ട്, അതായത് ഇവിടെ വന്നതിന് ശേഷം എസ് എന്ന് നൽകിയിരിക്കുന്ന ഈ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മളെ റിസൾട്ട് മെയിൻ ഫംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. ഇതിനെ അതിനുശേഷം പ്രിന്റ് ചെയ്യണം. സം ഓഫ് ഈവൻ നമ്പേഴ്സ് ഈക്വൽ ടു %d, s. അതായത് റിസൾട്ട് ഇവിടെ പ്രിന്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ പാരാമീറ്റർ വേരിയബിളിന്റെയും റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ഉപയോഗം ഏകദേശം മനസ്സിലായി കാണുമല്ലോ. അതായത്
മെയിൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ നമ്മൾ ഫംഗ്ഷൻ എവിടെയാണോ കോൾ ചെയ്യുന്നത് അവിടെ നിന്നും വാല്യൂ യൂസർ ഡിഫൈൻ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വേരിയബിൾ ആണ് പാരാമീറ്റർ വേരിയബിൾ. അങ്ങനെ പാസ് ചെയ്യുന്ന വാല്യൂവിനെയാണ് പാരാമീറ്റർ വാല്യൂ എന്ന് പറയുന്നത്. അതായത് ഇവിടെ നൽകിയിരിക്കുന്ന n എന്ന ഈ വേരിയബിളിന്റെ വാല്യൂ ആയിരിക്കും പാരാമീറ്റർ വാല്യൂ. എന്നാൽ ഫംഗ്ഷനിൽ നിന്നും യൂസർ ഡിഫൈൻ ഫംഗ്ഷനിൽ നിന്നും ഒരു വാല്യൂ തിരികെ കോൾ ചെയ്യുന്ന സെക്ഷനിലേക്ക് അല്ലെങ്കിൽ മെയിൻ പ്രോഗ്രാം അല്ലെങ്കിൽ മെയിൻ പ്രോഗ്രാമിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്. ഈ പ്രോഗ്രാം നമുക്കൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. പ്രോഗ്രാം ഇവിടെ റൺ ചെയ്യുകയാണ്. ഇതാ ഇവിടെ എന്റർ ലിമിറ്റ് വാല്യൂ എന്ന മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യുന്നതും ആ ലിമിറ്റ് വാല്യൂ ഞാൻ ഇവിടെ 20 എന്ന് നൽകുകയാണ്. ഇതാ സം ഓഫ് ഈവൻ നമ്പേഴ്സ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തതുമായി കാണാം. ഇനി ഒരു ഫംഗ്ഷനിലേക്ക് പാരാമീറ്ററിന്റെ വാല്യൂനെ പാസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പാരാമീറ്ററൈസ്ഡ് ഫംഗ്ഷനിലേക്ക് വാല്യൂനെ പാസ് ചെയ്യാൻ രണ്ട് രീതിയിൽ പാസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് പാസ് ബൈ വാല്യൂ മെത്തേഡും അതേപോലെ തന്നെ പാസ് ബൈ റെഫറൻസ് മെത്തേഡും. ഇതിന്റെ പ്രോഗ്രാം നമുക്ക് ചെയ്തു നോക്കാം. അടുത്തതായി പാസ് ബൈ വാല്യൂ മെത്തേഡും പാസ് ബൈ റെഫറൻസ് മെത്തേഡും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. നമ്മൾ നേരത്തെ ചെയ്ത ഫംഗ്ഷൻ, അതായത് ഫംഗ്ഷനിലേക്ക് പാരാമീറ്റർ വേരിയബിൾ ഉപയോഗിച്ച് യൂസർ ഡിഫൈൻ ഫംഗ്ഷനിലേക്ക് വാല്യൂ പാസ് ചെയ്യുന്ന മെത്തേഡിനെയാണ് പാസ് ബൈ വാല്യൂ മെത്തേഡ് എന്ന് പറയുന്നത്. അതിന്റെ ഒരു ഉദാഹരണം കൂടി നമ്മൾക്ക് ഇവിടെ നോക്കാം. ഇവിടെ രണ്ട് നമ്പറിന്റെ അഡീഷന് വേണ്ടിയുള്ള ഒരു യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ ഞാൻ പാസ് ബൈ വാല്യൂ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്തിരിക്കുകയാണ്. ആദ്യമായി യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ ഇവിടെ ഡിക്ലെയർ ചെയ്തു. അതായത് ഇന്റ് ആഡ് ബ്രാക്കറ്റിൽ ഇന്റ് എന്ന് നൽകിയിരിക്കുന്നു. ഒരു ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഇതേ രീതിയിൽ പാരാമീറ്റർ ലിസ്റ്റ് എത്ര ഡേറ്റ ടൈപ്പ് ഉണ്ടോ അല്ലെങ്കിൽ എന്തെല്ലാം ഡേറ്റ ടൈപ്പ് ആണോ അതും ഇതേ രീതിയിൽ ഡിക്ലെയർ ചെയ്യേണ്ടതാണ്. എന്നാൽ ഇവിടെ വേരിയബിൾ നെയിം നൽകണമെന്നില്ല. ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ മാത്രം വേരിയബിൾ നെയിം നൽകിയാൽ മതി. എന്നാൽ പാരാമീറ്റർ ലിസ്റ്റിലെ വേരിയബിൾ ഡേറ്റ ടൈപ്പ് ഏതെല്ലാം ടൈപ്പ് ആണോ ആ ടൈപ്പുകൾ ഇവിടെ ഇതേ രീതിയിൽ ഡിക്ലെയർ ചെയ്യേണ്ടതാണ്. ഇനി മെയിൻ ഫംഗ്ഷനുള്ളിൽ 3 വേരിയബിളെ ഞാൻ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. അതായത് എ ബി സി. പ്രിന്റ്എഫിനുള്ളിൽ എന്റർ 2 നമ്പേഴ്സ് എന്ന മെസ്സേജ് നൽകിയതിനു ശേഷം എന്റർ ചെയ്യുന്ന രണ്ട് നമ്പറിനെ എ എന്ന വേരിയബിളിലേക്കും രണ്ടാമത്തെ നമ്പറിനെ ബി എന്ന വേരിയബിളിലേക്കും സ്റ്റോർ ചെയ്തിരിക്കുന്നു. ഇനി നമ്മൾ യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ ഇവിടെ കോൾ ചെയ്യുകയാണ്. അതായത് ആഡ് എന്ന ഫംഗ്ഷനെ ഇവിടെ കോൾ ചെയ്യുന്നു. എയുടെ വാല്യൂ അതേപോലെ തന്നെ ബിയുടെ വാല്യൂം ഞാൻ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുകയാണ്. ഇവിടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഈ സെക്ഷൻ വർക്ക് ചെയ്യുന്നതാണ്. അതായത് ഇന്റ് ആഡ് എന്ന യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ സെക്ഷൻ വർക്ക് ചെയ്യുന്നതാണ്. എയുടെ വാല്യൂ n എന്ന ഈ വേരിയബിളിലേക്കും ബിയുടെ വാല്യൂ m എന്ന ഈ വേരിയബിളിലേക്കും പാസ് ചെയ്യുന്നു. ഇവിടെ ഈ രണ്ട് വേരിയബിൾ പാരാമീറ്റർ വേരിയബിൾ ഒരു ലോക്കൽ വേരിയബിളായി വർക്ക് ചെയ്തതിനു ശേഷം രണ്ട് വേരിയബിളിന്റെ വാല്യൂ s എന്ന ഇവിടുത്തെ ഈ വേരിയബിളിലേക്ക് ആഡ് ചെയ്ത് കിട്ടിയ റിസൾട്ടിനെ ഇവിടെ നിന്ന് റിട്ടേൺ ചെയ്ത് തിരികെ കോളിംഗ് സെക്ഷനിലേക്ക് കൊണ്ടുവന്ന് സിയിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അതിനുശേഷം അഡീഷൻ ഇവിടെ പ്രിന്റ് ചെയ്യുന്നു. ഇതേ രീതിയിൽ രണ്ട് വേരിയബിളിനെ അല്ലെങ്കിൽ രണ്ട് വേരിയബിളിന്റെ വാല്യൂവിനെയോ അല്ലെങ്കിൽ വാല്യൂവിനെയോ ഡയറക്റ്റ് ഒരു ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്ന മെത്തേഡ് അല്ലെങ്കിൽ പാരാമീറ്റർ വേരിയബിൾ ഉപയോഗിച്ച് പാസ് ചെയ്യുന്ന മെത്തേഡിനെയാണ് പാസ് ബൈ വാല്യൂ എന്ന് പറയുന്നത്. ഈ പ്രോഗ്രാം നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഇതാ ഇവിടെ രണ്ട് നമ്പർ എൻ്റർ ചെയ്തു. എൻ്റർ കീ യൂസ് ചെയ്യുമ്പോൾ അതിന്റെ അഡീഷൻ ഇവിടെ ഡിസ്പ്ലേ ചെയ്തതായി കാണാം. ഇതേ രീതിയിൽ നമ്മൾക്ക് ഫംഗ്ഷനിലേക്ക് വാല്യൂവിനെ ഡയറക്റ്റ് പാസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിനെയാണ് പാസ് ബൈ വാല്യൂ മെത്തേഡ് എന്ന് പറയുന്നത്. പാസ് ബൈ വാല്യൂ എന്ന മെത്തേഡ് ഉപയോഗിച്ച് ഒരു ഫംഗ്ഷനിലേക്ക് എങ്ങനെയാണ് വാല്യൂ പാസ് ചെയ്യുന്നതെന്നും അവിടുന്ന് വാല്യൂ റിട്ടേൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി അടുത്തതായി പാസ് ബൈ റെഫറൻസ് എന്ന മെത്തേഡ് ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു ഫംഗ്ഷനിലേക്ക് വാല്യൂ പാസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ ഇതിനെ ഞാനൊരു പ്രോഗ്രാം ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. മെയിൻ ഫംഗ്ഷനുള്ളിൽ ജനറൽ വേരിയബിൾ ആയ എ ബി സി എന്നീ 3 വേരിയബിൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ രണ്ട് പോയിന്റർ വേരിയബിൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. അതായത് P1 P2. രണ്ട് നമ്പർ എൻ്റർ ചെയ്യാനുള്ള മെസ്സേജ് നൽകിയതിനു ശേഷം എൻ്റർ ചെയ്യുന്ന നമ്പറിനെ എയിലേക്കും ബിയിലേക്കും സ്റ്റോർ ചെയ്യുന്നു. അടുത്ത സ്റ്റേറ്റ്മെന്റിൽ എയുടെ അഡ്രസ് P1 എന്ന പോയിന്റർ വേരിയബിളിലേക്കും ബിയുടെ അഡ്രസ് P2 എന്ന പോയിന്റർ വേരിയബിളിലേക്കും സ്റ്റോർ ചെയ്യുന്നു. അടുത്ത സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ആഡ് എന്ന യൂസർ ഡിഫൈൻ ഫംഗ്ഷനാണ് ഞാനിവിടെ കോൾ ചെയ്യുന്നത്. ഇതിന്റെ ബ്രാക്കറ്റിൽ P1 P2 എന്ന പോയിന്റർ വേരിയബിൾ ആണ് ഞാൻ എൻ്റർ ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ ചെയ്ത പ്രോഗ്രാമിൽ ഇവിടെ എൻ്റർ ചെയ്യുന്നത് വേരിയബിൾ ആയിരിക്കും അല്ലെങ്കിൽ വാല്യൂ ആയിരിക്കുമല്ലോ. അത് പാസ് ബൈ വാല്യൂ മെത്തേഡ്. എന്നാൽ ഇവിടെ ഞാൻ എൻ്റർ ചെയ്തിരിക്കുന്നത് P1 P2 ആണ്. P1 P2ന് ഡയറക്റ്റ് ആയിട്ട് ഒരു വാല്യൂ ഇല്ല. അതിൽ ഉള്ളത് എയുടെയും ബിയുടെയും അഡ്രസ് ആണല്ലോ. ഇതിനെ ഫംഗ്ഷനിൽ എങ്ങനെ റിസീവ് ചെയ്യുന്നു എന്ന് നോക്കാം. ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന ഏരിയയിൽ
രണ്ട് പോയിന്റർ വേരിയബിൾ ഞാൻ പാരാമീറ്റർ വേരിയബിളായി പറഞ്ഞിരിക്കുന്നത്, അതായത് പോയിന്റർ എക്സും പോയിന്റർ വൈയും. P1ന്റെ വാല്യൂ അല്ലെങ്കിൽ P1ലുള്ള കണ്ടൻസ് പോയിന്റർ എക്സിലേക്കും P2ന്റെ വാല്യൂ അല്ലെങ്കിൽ P2ലെ കണ്ടൻസ് പോയിന്റർ വൈയിലേക്കും റിസീവ് ചെയ്യുന്നു. നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു, ഒരു പോയിന്റർ വേരിയബിളിലേക്ക് അഡ്രസ് സ്റ്റോർ ചെയ്ത് അതിനെ പിന്നീട് ഒരു അസൈൻമെന്റ് ഓപ്പറേറ്റർ അല്ലെങ്കിൽ പോയിന്റർ ഓപ്പറേറ്ററിലേക്ക് പോയിന്റർ വേരിയബിളിലേക്ക് അസൈൻ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ പോയിന്റർ ആയിട്ട് പ്രിന്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ പ്രിന്റ് ചെയ്യുന്നത് ആ പോയിന്റ് ഇരിക്കുന്ന വാല്യൂ ആയിരിക്കും. ഇവിടെ P1ൽ ഉള്ളത് എയുടെ അഡ്രസ് ആണല്ലോ. എന്നാൽ ഇവിടെ P1ന്റെ വാല്യൂ ഇവിടേക്ക് പാസ് ചെയ്യുന്നു, പോയിന്റർ എക്സിലേക്ക് പാസ് ചെയ്യുന്നു. എന്നാൽ ഇവിടെ വാല്യൂ റിസീവ് ചെയ്യുന്നത് അതിന്റെ വാല്യൂ ആയിട്ടായിരിക്കും. അതായത് P1 എന്തിനെ പോയിന്റ് ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ എന്തിനെ റെഫറൻസ് ചെയ്തിരിക്കുന്നു ആ ലൊക്കേഷനിലെ വാല്യൂ ആയിരിക്കും ഇവിടെ പോയിന്റർ എക്സ് റിസീവ് ചെയ്യുക. അതേപോലെ തന്നെ P2 പോയിന്റ് ചെയ്തിരിക്കുന്ന ബിയിലെ വാല്യൂ ആയിരിക്കും ഇവിടെ പോയിന്റർ വൈ റിസീവ് ചെയ്യുക. അതിനുശേഷം ഫംഗ്ഷനിൽ മറ്റൊരു പോയിന്റർ വേരിയബിൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു, അതായത് പോയിന്റർ ഇസഡ്. ഇനി പോയിന്റർ ഇസഡിലേക്ക് പോയിന്റർ എക്സിന്റെയും അതായത് എയുടെയും അതേപോലെ തന്നെ പോയിന്റർ വൈ അതായത് ബിയുടെയും വാല്യൂ ആഡ് ചെയ്ത് പോയിന്റർ ഇസഡിലേക്ക് സ്റ്റോർ ചെയ്തതിനു ശേഷം കിട്ടിയ റിസൾട്ടിനെ നമ്മൾ ഇവിടുന്ന് റിട്ടേൺ ചെയ്യുകയാണ്. റിട്ടേൺ ചെയ്യുന്ന പോയിന്റർ വാല്യൂ ഇവിടെ ജനറൽ വേരിയബിൾ ആയ സിയിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അതിനുശേഷം അഡീഷൻ പ്രിന്റ് ചെയ്യുന്നു. ഇതേ രീതിയിൽ ഒരു വേരിയബിളിന്റെ വാല്യൂ ഡയറക്റ്റ് പാസ് ചെയ്യാതെ ആ വേരിയബിളിന്റെ അഡ്രസ്സിനെ പാസ് ചെയ്യുന്ന മെത്തേഡിനെയാണ് നമ്മൾ പാസ് ബൈ റെഫറൻസ് എന്ന് പറയുന്നത്. ഈ പ്രോഗ്രാം നമ്മൾക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഇതാ രണ്ട് നമ്പേഴ്സ് എൻ്റർ ചെയ്യുന്നു. ഇതിന്റെ അഡീഷൻ ഇവിടെ പ്രിന്റ് ചെയ്തായി കാണാം. അപ്പോൾ ഫംഗ്ഷൻ തന്നെ പോയിന്റർ ഉപയോഗിച്ച് നമുക്ക് രണ്ടായി തരംതിരിക്കാം, അതായത് പാസ് ബൈ വാല്യൂ മെത്തേഡും പാസ് ബൈ റെഫറൻസ് മെത്തേഡും.